ബഹുമാന്യരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലെ 27ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലും നമ്മളെ നടത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ദൈവവചനം ധ്യാനിക്കുവാനായി കർത്താവ് ഒരുക്കിയ ഈ വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ദൈവവചന ധ്യാനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് ഞാൻ ചിന്തിക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുകയും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. ഈ പഠന പരമ്പരയുടെ ആരംഭത്തിൽ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുവാൻ ഞാൻ ഒന്നിലധികം പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യുന്നു എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഒരു പ്രാവശ്യം 28 അധ്യായങ്ങൾ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു എങ്കിൽ ഒരാവർത്തിയുടെ ഈ പുസ്തകം വായിക്കുവാൻ ആരംഭിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എത്രയും ദൈവവചനം വായിക്കുന്നുവോ അതത്രയും നല്ലതാണ്. പ്രത്യേകിച്ച് വായിക്കുന്ന സമയത്ത് ധൃതി വെക്കാതെ ശാന്തമായി മനസ്സിരുത്തി നിർത്തി നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ പെട്ടെന്നുള്ള വായനയിൽ നാം സ്കിപ്പ് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ പഠിക്കുവാൻ കർത്താവ് നമ്മൾക്ക് കൃപ തരും. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന ആ വാക്യം ഇതിനോടകം ദൈവമക്കൾ മനഃപ്പാടമാക്കി എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തെ നമ്മൾ 4ആയി വിഭജിച്ചിരുന്നു. ആ വിഭജനങ്ങളുടെ 4ാമത്തെ ആ ഡിവിഷനിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ചിന്ത കേന്ദ്രീകരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 28-ൻ്റെ 31 വരെയുള്ള വാക്യങ്ങളാണ് 4ാമത്തെ വിഭജനം. ദൈവസഭ അന്നറിയപ്പെട്ട ലോകത്തിലേക്ക് പോകുന്ന ആ ഒരു ചിന്തയാണ് ആ വിഭജനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 11-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുകയുണ്ടായി. അന്ത്യോക്യ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിരുന്നു. അവിടെയാണ് ഈ എപ്പിസോഡിലും നമ്മൾ അല്പം കൂടെ ധ്യാനിപ്പാനായി നമ്മൾ സമയം കണ്ടെത്തുന്നത്. അന്ത്യോക്യ സഭ സ്ഥാപിതമാകാൻ കാരണം സാധാരണക്കാരായ വിശ്വാസികൾ അന്ത്യോക്യയിൽ ചെന്ന് ആദ്യം യഹൂദന്മാരോടും അതിനുശേഷം ജാതീയ ആളുകളോടും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അവർ പ്രഘോഷിച്ചു. അങ്ങനെ കർത്താവിൻ്റെ കരം അവരോടുകൂടെ ഇരുന്നു. ദൈവവചനത്തെ ദൈവം ഉറപ്പിച്ചു. അങ്ങനെയാണ് അവിടെ സഭ ഉടലെടുക്കുവാൻ കാരണമായി തീർന്നത്. 19-ാം വാക്യം അതിൻ്റെ പശ്ചാത്തലം നമുക്ക് തരികയാണ്. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊനിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. 20-ാം വാക്യത്തിൽ അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ രണ്ടിടത്തും വചനം സംസാരിച്ചു എന്നും സുവിശേഷം അറിയിച്ചു എന്നും ഉള്ള കാര്യങ്ങൾ ദൈവമക്കൾ ഇതിനോടകം നോട്ട് ചെയ്ത് കാണുമല്ലോ. ദൈവത്തിൻ്റെ വചനമാണ് അവർ സംസാരിച്ചത്.
പേഴ്സിക്യൂഷൻ ഉണ്ടായി, അവരെല്ലാം നാട് വിട്ട് ഓടിപ്പോകുമ്പോഴും പരാതി പറയാതെ അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കത്തിച്ചിരുന്ന സത്യം അവർ പോയ ഇടങ്ങളിൽ വിശ്വസ്തയോടെ കൈമാറി. അങ്ങനെ യഹൂദന്മാരും യവനന്മാരും ഒക്കെയും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 20-ാം വാക്യത്തിൽ അവരിൽ ചിലർ എന്ന പ്രയോഗമാണ്. ഒട്ടും ഫേമസ് അല്ലാത്ത, ആത്മനിറവുള്ള, അപ്പോസ്തോലന്മാരല്ലാത്ത സാധാരണ വിശുദ്ധന്മാർ, ശിഷ്യന്മാർ, അവരാണ് അന്ത്യോക്യ സഭ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച ആളുകൾ. ഇത് നമുക്ക് ഒരു വലിയ ചലഞ്ചാണ്. ഏതെങ്കിലും പ്രത്യേക കൂട്ടരല്ല സഭ സ്ഥാപിക്കുന്നത്. ദൈവം ഉപയോഗിക്കുന്ന ഏത് വ്യക്തിക്കും ദൈവസഭ കർത്താവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി സ്ഥാപിക്കുവാൻ കഴിയും. ദൈവത്തിന് ഏത് വ്യക്തിയെയും ആ വലിയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന ഒരു സത്യമാണ് ഈ ദൈവവചനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. 21-ാം വാക്യം, കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൈ എന്ന ആ പ്രയോഗത്തിൽ നിന്ന് പരിശുദ്ധാത്മ പ്രവർത്തികൾ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അഥവാ അവർ പറഞ്ഞ ദൈവവചനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഉറപ്പിച്ചു എന്ന് വേണം ന്യായമായി നമ്മൾ ആ പ്രയോഗത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ. ഒരു പക്ഷെങ്കിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ അവരുടെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട് വന്നു കാണും. അതുകൊണ്ടാണ് അങ്ങനെയൊരു പ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ആ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സഭ അവിടെ ഉടലെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ത്യോക്യ അന്നത്തെ സിറിയയുടെ തലസ്ഥാനമായിരുന്നു. ഇന്ന് തുർക്കിയുടെ ഭാഗമാണ് അന്ത്യോക്യ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ജിയോഗ്രഫിക്കലായിട്ട് ചിന്തിച്ചാൽ യെരുശലേമിൽ നിന്ന് ദൈവത്തിൻ്റെ സഭ മുന്നോട്ട് ഇറങ്ങുകയാണ്. കൾച്ചറലി നമ്മൾ ചിന്തിച്ചാൽ, കൾച്ചർ വൈസായിട്ട് ചിന്തിച്ചാൽ, യഹൂദന്മാരിൽ നിന്ന് ജാതികളിലേക്ക് സുവിശേഷം നീങ്ങുന്ന കാഴ്ചയുടെയാണ് നമ്മളിവിടെ കാണുന്നത്. 10-ാം അധ്യായത്തിൽ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ അവിടെയുള്ള ജാതിക ആളുകളോട് പത്രോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ വചനം പങ്കുവച്ചിരുന്നു. എന്നാൽ ഇവിടെയാണ് ആദ്യമായി ഒരു സഭ ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് പഠിക്കുവാനായി കഴിയുന്നത്. 22-ാം വാക്യം, അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. സാധാരണ യെരുശലേം സഭയിൽ പതിവുള്ളതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ശമരിയയിൽ ഉണർവുണ്ടായപ്പോൾ പത്രോസും യോഹന്നാനുമായിരുന്നു ആ ഉണർവ് വിലയിരുത്തുവാനായി അവിടെ കടന്നുപോയത്. ഇവിടെ യെരുശലേം സഭ ബർന്നബാസ് എന്ന് പറയുന്ന മനുഷ്യനെ ഡെസിഗ്നേറ്റ് ചെയ്യുകയാണ്. ബർന്നബാസിനെ കുറിച്ച് ഇതിനോടകം അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. പ്രബോധനപുത്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ദാനധർമ്മങ്ങൾ വളരെ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. ഒരു നല്ല മനുഷ്യനായി നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ശൗലിന് മാനസാന്തരമുണ്ടായി. അതിനുശേഷം താൻ അറേബ്യയിലേക്ക് കടന്നുപോയി. പിന്നീട് താൻ ദമസ്കോസിൽ എത്തിയ ശേഷം മടങ്ങി യെരുശലേമിൽ വന്ന് യെരുശലേം സഭയോട് ചേരുവാൻ താൻ താല്പര്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് യെരുശലേം സഭയിലുള്ള അപ്പോസ്തലന്മാർ തന്നെ സ്വീകരിച്ചില്ല എന്ന് കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ സമയത്തും ബർന്നബാസാണ് ശൗലിനെ ആ സഭയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും തന്നെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. വളരെ നല്ല ഒരു മനുഷ്യനായി ഇതിനോടകം നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് ബർന്നബാസിനെ മനസ്സിലാക്കിയുണ്ടായി. അദ്ദേഹത്തെയാണ് അപ്പോസ്തലന്മാർ അന്ത്യോക്യയിൽ സ്ഥാപിതമായ ആ സഭയിൽ നടക്കുന്ന ഉണർവിനെ വിലയിരുത്തുവാനായി അവർ അയച്ചത്. അതാണ് 22-ാം വാക്യത്തിൽ നാം കാണുന്നത്. 23-ാം വാക്യം, അവൻ ചെന്ന് ദൈവകൃപ കണ്ട്
സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ചെന്ന ഉടനെ ബർന്നബാസ് കാണുന്നത് അവർക്ക് ലഭിച്ച ദൈവകൃപയാണ്. അതിൽ താൻ സന്തോഷിക്കുകയാണ്. എന്നിട്ട് അടുത്തത് അവരെ പ്രബോധിപ്പിച്ചു എന്നാണ്. ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, ഹോൾ ഹാർട്ടഡായി കർത്താവിനെ പിൻപറ്റുവാൻ ബർന്നബാസ് അവരെ പ്രേരിപ്പിക്കുകയാണ്, അഥവാ അവരെ പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ നാം കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. യെരുശലേമിൽ നിന്ന് ഓടിപ്പോയ ഈ ശിഷ്യന്മാരാണ് അന്ത്യോക്യയിൽ സഭ സ്ഥാപിക്കുന്നത്. എന്നാലും യെരുശലേമിൽ നിന്ന് അകലെയാണെങ്കിലും അവരുടെ മാതൃസഭയോട് ഒരു ബന്ധം പുലർത്തുവാൻ അവർ തയ്യാറായി. അപ്പോസ്തോലന്മാരുടെ അധികാരത്തിന് കീഴ്പ്പെടുവാൻ തക്കവണ്ണം അവർ തയ്യാറായി. അതൊരു വളരെ നല്ല മാതൃകയാണ് എന്ന് ഈ സമയത്ത് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ആ പോകുന്ന പോക്കിന് അവരങ്ങ് പോകുകയല്ല. അവിടെ ദൈവപ്രവൃത്തി ഉണ്ടായപ്പോൾ മാതൃസഭയെ അത് അറിയിക്കുകയും അവിടെ നിന്ന് അയച്ച ബർന്നബാസിനെ അവർ കൈക്കൊള്ളുവാൻ തയ്യാറാകുകയും ചെയ്തു. ആ അപ്പോസ്തോലിക അധികാരത്തിന് അവർ കീഴ്പ്പെടുവാൻ തക്കവണ്ണം അവർക്ക് നല്ല മനസ്സുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇന്ന് പലയിടത്തും നമ്മൾ അങ്ങനെ ഒരു സാക്ഷ്യമല്ല കേൾക്കുന്നത്, പലയിടത്തും നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. പക്ഷേ ബൈബിളിലെ പാറ്റേൺ ഇതാണ്. അവർ പോയ ഇടവുമായി അവർക്കൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് അപ്പോസ്തോലന്മാരുടെ ആ നിർദ്ദേശത്തിനും അവരുടെ വിലയിരുത്തലിനും അവർ കാര്യങ്ങൾ ഒരുക്കി അവരതിന് തയ്യാറായിരുന്നു. അതുപോലെ തന്നെ അവിടെ നമ്മൾ കാണുന്ന വേറെ ഒരു കാര്യം, ശമരിയയിൽ അപ്പോസ്തോലന്മാരാണ് പോയത്. ഇവിടെ ഒരപ്പോസ്തോലനെ അല്ല യെരുശലേം സഭ അയക്കുന്നത്, അവരയക്കുന്നത് ബർന്നബാസിനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പിന്നീട് ബർന്നബാസിനെ അപ്പോസ്തോലനായി സൂചിപ്പിക്കുന്ന വേദഭാഗങ്ങൾ ഉണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തോലന്മാരുടെ പക്ഷത്തിലും ആയി. ബർന്നബാസിനെയും പൗലോസിനെയും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. 23-ാമത്തെ ആ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്: അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഇതിനകത്ത് ഒരല്പം ആഴമേറിയ ദൂതുണ്ട്. ധാരാളം ആളുകൾ ജാതിക പശ്ചാത്തലത്തിൽ നിന്നാണ് ഇപ്പോൾ അന്ത്യോക്യ സഭയിലേക്ക് കൺവെർട്ടായി വന്നിരിക്കുന്നത്. യഹൂദന്മാരുടെ എന്നുമുള്ള അവരുടെ ഉള്ളിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ യേശുക്രിസ്തുവിലൂടെയൊക്കെ രക്ഷ പ്രാപിച്ചാൽ പോലും അവർക്കുള്ള ആഹാരത്തിൻ്റെ നിയമങ്ങൾ ഈ പുതിയ കൺവേർട്ട്സൊക്കെ അവരനുസരിക്കണമെന്ന് യഹൂദന്മാർ അവരുടെ ഉള്ളിൽ അവരാഗ്രഹിച്ചിരുന്നു. അതുപോലെ സഹോദരന്മാരെല്ലാം പരിച്ഛേദന കഴിക്കണം. യേശുക്രിസ്തുവിലൂടെ ഉള്ള രക്ഷയൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെ യഹൂദ മതത്തിലെ ആചാരങ്ങളൂടെ അവർ സ്വീകരിക്കണമെന്ന് സാധാരണയുള്ള യഹൂദന്മാർ ആ കാര്യം ശഠിച്ചിരുന്നു. പക്ഷേ ബർന്നബാസ് എന്ന് പറയുന്ന ആത്മപൂർണനായ മനുഷ്യൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഈ ജാതീയ ആളുകൾ ഫുഡിൻ്റെ കസ്റ്റം യഹൂദന്മാരുടെ പോലെ അല്ലെങ്കിലും, അവരുടെ ഡ്രസ് കോഡുകൾ യഹൂദന്മാരുടെ കൂട്ട് അല്ലെങ്കിലും, അവരുടെ സഹോദരന്മാർ പരിച്ഛേദന കഴിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ അവർക്ക് ദൈവകൃപ ലഭിച്ചിരുന്നു. മറ്റ് കാര്യങ്ങൾ കണ്ട് അവരുടെ രക്ഷയെ സംശയിക്കാതെ അവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ കാണുവാൻ തക്കവണ്ണം ബർന്നബാസിന് ദൈവകൃപ ലഭിച്ചിരുന്നു. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ
കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ബർന്നബാസിന് അവരെ ദൈവമക്കളായി സ്വീകരിക്കുവാനോ അതൊരു ദൈവസഭയായി അംഗീകരിക്കുവാനോ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ബർന്നബാസിനെ അവിടേക്ക് യെരുശലേം സഭ അയക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നത്, ശമര്യയിൽ പത്രോസും യോഹന്നാനും ചെല്ലുമ്പോൾ അത് ഒരു ഷോർട്ട് ടേം പീരീഡ് ആയിരുന്നു. ചെന്നു, കാര്യങ്ങൾ വിലയിരുത്തി, പരിശുദ്ധാത്മാവിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നിട്ട് അവർ മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്ത് അവർ ചില ഗ്രാമങ്ങളിൽ കയറി സുവിശേഷം അറിയിച്ചു. ആ നിലയിൽ അവർ മടങ്ങി യെരുശലേമിലേക്ക് വരികയാണ്. എന്നാൽ ബർന്നബാസിനെ അവർ അയക്കുമ്പോൾ അതൊരു ഷോർട്ട് ടേം മിനിസ്ട്രി ആയിട്ടല്ല എന്നാണ് നമുക്ക് താഴോട്ടുള്ള വേദഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ അവിടെ ഒരു ലോങ് ടേം മിനിസ്ട്രിക്ക് തയ്യാറാകുകയാണ്. ആ കാര്യം കൂടെ ഈ വേദഭാഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ 23-ാം വാക്യത്തിൽ ബർന്നബാസ് അവരെ എൻകറേജ് ചെയ്തതായിട്ട് അതിൻ്റെ 2-ാം ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുകയുള്ളൂ. ദൈവപ്രവൃത്തി ഉണ്ടായി, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, യേശുക്രിസ്തു മെസ്സിയ എന്ന് അവർ വിശ്വസിച്ചു, ദൈവസഭയിലേക്ക് വന്നു. അതിനുശേഷവും ഹൃദയ പരമാർത്ഥതയോടെ ഹോൾ ഹാർട്ടഡായി വിശ്വസ്തരായി നിൽപ്പാൻ ബർന്നബാസ് അവരെ പ്രബോധിപ്പിച്ചു. കാരണം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. തിരുവെഴുത്ത് അങ്ങനെയല്ല പറയുന്നത്. ദൈവത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചാൽ രക്ഷ ദാനമാണ്. ദൈവം രക്ഷ മടക്കിയെടുക്കുവാനല്ല തരുന്നത്. പക്ഷേ രക്ഷണ്യ പ്രവൃത്തി സ്വീകരിച്ച ഞാനും നിങ്ങളും വിശ്വസ്തരല്ലാതെ അവിശ്വസ്തത കാണിച്ച് പിന്നെയും പാപവഴികളിൽ പോയാൽ ദൈവത്തിൻ്റെ ഭാഗത്തു നല്ല പ്രശ്നം, നമുക്ക് രക്ഷ നഷ്ടപ്പെടും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതെ ഇരിക്കുവാൻ ബർന്നബാസ് അവരെ പ്രബോധിപ്പിക്കുകയാണ്. ഹോൾ ഹാർട്ടഡായി ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ, വിത്ത് ഓൾ ദെയർ ഹാർട്ട്സ്. അതുപോലെ 21-ാം വാക്യത്തിലും 24-ാം വാക്യത്തിലും സഭ വളർച്ചയെക്കുറിച്ചുള്ള സൂചനകൾ ലൂക്കോസ് ഈ വാക്യങ്ങളിൽ തരുന്നുണ്ട്. വലിയൊരു കൂട്ടം വിശ്വസിച്ചു കർത്താവിങ്കലേക്ക് തിരിഞ്ഞു എന്ന് 21-ാം വാക്യത്തിലും 24-ാം വാക്യത്തിൽ 2-ാം ഭാഗത്തിൽ വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. 24-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ബർന്നബാസിനെ കുറിച്ച് ഉള്ള കുറേ ക്വാളിറ്റികളാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു എന്ന് പറഞ്ഞ ശേഷം വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. നേരത്തെ തന്നെ ശിഷ്യന്മാരുടെ ശുശ്രൂഷയിൽ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനത്താലും ആളുകൾ ദൈവഭാഗത്തേക്ക് ദൈവസന്നിധിയിലേക്ക് വന്നിരുന്നു. ബർന്നബാസ് അവിടെ ചെന്ന ശേഷം ആളുകൾ കുറഞ്ഞു പോയില്ല. പിന്നെയും ആളുകൾ വരുവാൻ തക്കവണ്ണം ഈ ദൈവദാസനെയും കർത്താവ് അവിടെ ഉപയോഗിച്ചു എന്ന് ആ 24-ാമത്തെ വാക്യത്തിലെ 2-ാം ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. 25, 26 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചുവെങ്കിലും അതിൻ്റെ അല്പം ആഴങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. അവൻ ശൗലിനെ തിരയുവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. 26-ാം വാക്യത്തിൽ അവർ 1 സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേര് ഉണ്ടായി. അവിടെ ചെന്ന് ബർന്നബാസ് അവരിൽ വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ടു. അതിനുശേഷം താൻ അവരെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാനായി പ്രബോധിപ്പിക്കുന്നു.
എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു താൻ ആത്മപൂർണനായ മനുഷ്യനായിരുന്നു. അപ്പോൾ തനിക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്, ഈ വലിയ പുരുഷാരം ഇപ്പോൾ ദൈവസഭയിലേക്ക് വരുന്നു, ഇവരെ തനിക്ക് സ്വന്തമായി പഠിപ്പിക്കാൻ, അവരെ മിനിസ്റ്റർ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം താൻ തിരിച്ചറിയുകയാണ്. തനിക്കിനി ഒരു സഹായം ആവശ്യമാണ് എന്ന് തനിക്ക് മനസ്സിലാകുകയാണ്. ആത്മപൂർണരായവർക്ക് മനസ്സിലാകുന്ന ഒരു സത്യമാണിത്. ഈ വലിയ പുരുഷാരത്തെ ഇനിയും ദൈവവചനം പഠിപ്പിക്കണം. അതെല്ലാം തന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന ലിമിറ്റേഷൻ തനിക്ക് മനസ്സിലായി. എന്നിട്ട് യെരുശലേമിൽ താൻ പോയി അതിന് പ്രാപ്തിയുള്ള ഒരാളിനെ കൊണ്ടുവരാതെ താൻ തർസോസിലേക്ക് പോവുകയാണ്. ഞാനവരെ ഇങ്ങനെ മനസ്സിലാക്കുന്നു, പരിശുദ്ധാത്മാവ് തന്നെ തർസോസിലേക്ക് അയക്കുകയാണ്, ശൗലിനെ തിരഞ്ഞ് കൊണ്ടുവരുവാനായി. ഇവിടെ ദൈവമക്കളുടെ കാര്യം മനസ്സിലാക്കണം. ആ സമയത്ത് ശൗൽ ഒരു ഫേമസ് പ്രീച്ചറോ ടീച്ചറോ അല്ല. അദ്ദേഹത്തെക്കാൾ വളരെ മെച്ചുറായ, ഫേമസ് ആയ ഒരു ശുശ്രൂഷകനാണ് ബർണബാസ്. എന്നാലും തനിക്ക് യെരുശലേം സഭ അലോട്ട് ചെയ്ത ആ ശുശ്രൂഷയിൽ ശൗലിനെ കൂടെ കൊണ്ടുവന്ന് ചേർത്ത് ഒരുമിച്ച് ദൈവരാജ്യം പണിയുവാൻ ബർണബാസ് തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ആ താഴ്മയും ആ നല്ല മനസ്സും അത് നമുക്ക് പിൻപറ്റുവാൻ കൊള്ളാമെന്ന ഒരു സ്വഭാവമാണ്. ആരെയും അടുപ്പിക്കത്തില്ല എന്നൊരു ചിന്തയല്ല തനിക്കുള്ളത്. തന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് തനിക്ക് ബോധ്യമായി. അതിന് പ്രാപ്തനായ, ഫേമസ് അല്ലെങ്കിലും പ്രാപ്തനായ ഒരു മനുഷ്യനെ താൻ സമയം കണ്ടെത്തി യാത്ര ചെയ്ത് പോയി തിരഞ്ഞ് കണ്ടുപിടിച്ച് തന്നെ അന്ത്യോക്യയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഈഗോ പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പണിയാണ്. പൗലോസും ബർണബാസും കൂട്ടുവേലക്കാരാണ്. വലിയവനും ചെറിയവനും എന്നുള്ള കാര്യമാണ് പലപ്പോഴും ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഒക്കെ പല കാര്യങ്ങൾ ഭിന്നിപ്പിച്ച് ഒക്കെ നിർത്തുന്നത്. പക്ഷേ ഈ ഒരു സംഭവം നമുക്കൊരു ചലഞ്ചായിരിക്കട്ടെ. തനിക്ക് തൻ്റെ മിനിസ്ട്രി ശൗലുമായി പങ്കുവെക്കുന്നതിൽ തനിക്കൊരു നഷ്ടവുമില്ല. ഒരേ യജമാനന് വേണ്ടി ഒരുമിച്ച് ശുശ്രൂഷിക്കുവാനായി അവർ തയ്യാറാകുകയാണ്. എത്രയോ വലിയ കാഴ്ചപ്പാടാണ് ബർണബാസ് ഇവിടെ കാഴ്ചവെക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ദൈവവചനം പഠിക്കുമ്പോൾ ഏതാണ്ട് 8-9-10 വർഷത്തെ ഗ്യാപ്പ് ശൗല് ഇവിടെ വരുന്നതും ശൗൽ 9-ാം അധ്യായത്തിൽ യെരുശലേം സഭയിലെ സഹോദരന്മാർ തന്നെ തർസോസിലേക്ക് അയക്കുന്നതും തമ്മിലുണ്ട്. ഒരു 8-9-10 വർഷം തന്നെക്കുറിച്ച് പിന്നെ ഒന്നും കേൾക്കുന്നില്ല. താൻ തർസോസിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നതിനെക്കുറിച്ച് ദൈവവചനത്തിൽ ക്ലിയറായ ടീച്ചിങ്സ് ഇല്ല എങ്കിലും ന്യായമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് ഒരു പക്ഷെങ്കിൽ താൻ അവിടെ കർത്താവിൻ്റെ വേല ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8-9-10 വർഷം അറിയാൻ വയ്യാത്ത ഈ മനുഷ്യനെ തിരയുവാനാണ് ബർണബാസ് തർസോസിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ഒരു ദൂത് ഉള്ളത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 9-ാം അധ്യായത്തിൽ ശൗലിൻ്റെ കൺവേർഷൻ എഴുതിയിരിക്കുമ്പോൾ ശൗലിനോടുള്ള ബന്ധത്തിൽ ദൂതുകൾ ഉണ്ടായിരുന്നു. അത് 9-ാം അധ്യായത്തിൻ്റെ 15, 16, 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമൊക്കെ പരിശോധിച്ചാൽ ശൗലിന് ദൂതുണ്ടായിരുന്നതാണ്. തന്നെ ദൈവം ഉപയോഗിക്കും, ജാതികളുടെ ഇടയിലേക്ക് തന്നെ ദൈവം അയക്കും എന്നൊക്കെയുള്ള ശക്തമായ ദൂത് തനിക്കുണ്ടായിരുന്നതാണ്. പക്ഷേ 8-9-10 വർഷം
തർസോസിൽ താൻ പാർക്കുമ്പോൾ ഒതുങ്ങിക്കൂടി താൻ അവിടെ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ നോക്ക്, അന്ത്യോക്യയിൽ സഭ രൂപപ്പെട്ടപ്പോൾ ബർന്നബാസിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിയോഗം കൊടുത്ത് നാളുകൾക്ക് മുമ്പ് ദൈവം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ ആ ദൈവദാസനെ തർസോസിൽ നിന്ന് ബർന്നബാസ് തെരഞ്ഞ് അവിടെ കണ്ടെത്തി തന്നെ അന്ത്യോക്യയിൽ കൊണ്ടുവരികയാണ്. ഒരുപക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരായ നിങ്ങളിൽ ചിലർക്ക് വളരെ ആഴമേറിയ ദൂത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് തന്നു കാണും. എന്നാലും ദൂതൊന്നും നിവൃത്തിയാകുന്നില്ലല്ലോ എന്ന് കണ്ടിരിക്കുന്നവർ എന്നെ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ എത്ര അറിയപ്പെടാതെ ഇരിക്കുന്നയാളിനെയും ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തി വരുത്തുവാൻ ദൈവം ആയിരിക്കുന്ന ഇടത്തിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുത്തിട്ട് ദൈവത്തിന് ചില സ്ഥാനങ്ങളിൽ കൊണ്ട് നിങ്ങളെ നിർത്തുവാൻ കഴിയും. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. യെരുശലേം സഭ തന്നെക്കുറിച്ച് പിന്നെ അന്വേഷിക്കുന്നതായിട്ടൊന്നും ഈ 10 വർഷത്തെ ഗ്യാപ്പിൽ നമ്മൾ കാണുന്നില്ല. പക്ഷെ ബർന്നബാസിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഒരിക്കൽ കൂടെ ശൗലിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ബർന്നബാസിനെ ദൈവം ഉപയോഗിക്കുകയാണ്. ബർന്നബാസാണ് തന്നെ അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്ന് ടീച്ചിങ് മിനിസ്ട്രി ഏൽപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടി ഒരാളുടെ മേലുണ്ടെങ്കിൽ, ദൈവം ഒരാളോട് വാഗ്ദത്തം പറഞ്ഞാൽ അത് നമ്മളുടെ സമയത്തല്ല നിവൃത്തിയാകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് തർസോസിൽ താൻ ആയിരുന്ന സമയത്ത് താൻ അവിടെ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ദൈവം ഒരു മിനുസമുള്ള അമ്പാക്കി തീർക്കുകയാണ്. ഏതാണ്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ അന്ത്യോക്യയിൽ പ്രയോഗിക്കാൻ കൊള്ളാമെന്ന ഒരു അമ്പാക്കി ദൈവം തന്നെ തയ്യാറാക്കി. വർഷങ്ങൾ കഴിയുന്നത് കൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിവൃത്തിയാക്കുവാൻ വിശ്വസ്തനാണ്. അങ്ങനെ ബർന്നബാസ് തന്നെ അന്ത്യോക്യയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. അവർ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. അവിടെ 25-ാം വാക്യം, അവൻ ശൗലിനെ തിരയുവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. 26-ാം വാക്യത്തിൽ, അവർ 1 സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. 1 വർഷം മുഴുവനും ഉപദേശിച്ചു. കുറെ ആഴ്ചകൾ മാത്രമല്ല. ഇവിടെ ദൈവമക്കൾ ഒരു കാര്യം നോട്ട് ചെയ്യണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. വലിയ ഉണർവ് അന്ത്യോക്യയിൽ നടന്നു. യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ട്. ആളുകളുടെ ഇടയിൽ നിന്ന് ധാരാളം ആളുകൾ യേശുക്രിസ്തുവിനിൽ വിശ്വസിച്ച് അവർ ദൈവസഭയുടെ ഭാഗമായി. അടുത്ത പടി എന്താ? അടുത്ത പടി എന്നുള്ളത് അവരെ ശരിക്കും ദൈവവചനം പഠിപ്പിക്കണമെന്നുള്ളതാണ്. ആത്മനിറവുള്ള ലീഡർഷിപ്പ് ഈ കാര്യത്തിൽ വളരെ സെൻസിറ്റീവായിരിക്കും. ബർന്നബാസ് ആത്മപൂർണനായിരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ആ കാര്യത്തിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ ക്രൗഡിൻ്റെ ആവശ്യങ്ങളെ എല്ലാം തനിക്ക് ശുശ്രൂഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് ദൈവാത്മാവ് തന്നെ തർസോസിലേക്ക് അയച്ച് ശൗലിനെ താൻ കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ ഒരുമിച്ച് 1 whole year, കുറേ ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ അല്ല, 1 വർഷം മുഴുവനും ഈ ന്യൂ കൺവേർട്സിനെ ദൈവവചനം പഠിപ്പിക്കുകയായിരുന്നു. ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ ബൈബിൾ സ്റ്റഡി തുടങ്ങിയ ശേഷം അനേക ആവർത്തി ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി ടീച്ചിങ് മിനിസ്ട്രിക്ക് എംഫസിസ് കൊടുത്തതായി ഞാൻ ഓർക്കുന്നുണ്ട്. അനേക ഇടങ്ങളിൽ
ദൈവവചന പഠനമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ദൈവമക്കളുടെ ആത്മീക ജീവിതം വളരെ ശുഷ്കിച്ചതായി, ആരോഗ്യമില്ലാത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൃപ ലഭിച്ച ആത്മനിറവുള്ള ദൈവദാസന്മാർ നേതൃത്വം കൊടുക്കുന്ന ദൈവസഭകളിൽ തീർച്ചയായും ദൈവവചനം പഠിപ്പിച്ചിരിക്കും. ദൈവവചന പഠനത്തെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരു മിനിസ്ട്രിക്കും കഴിയത്തില്ല. കർത്താവിൻ്റെ മിനിസ്ട്രി നോക്കിയാലും ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അവിടുന്ന് ദൈവവചനം ശക്തമായി പഠിപ്പിച്ചിരുന്നു. അവർ ഇരുവരും ചേർന്ന് ഒരു വർഷം മുഴുവനും ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചതായി നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്ന് ലോകവ്യാപകമായി പലയിടത്തും ഉണർവ് നടക്കുന്നതായിട്ട് പലയിടത്തു നിന്നും നമുക്ക് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളും അത് കേട്ട് കാണും, ഞാനും കേട്ടിട്ടുണ്ട്. അത് നല്ലതാണ്. ഒരു ക്രൂസൈഡ് കഴിഞ്ഞ് ആളുകൾ കൈ ഉയർത്തുന്നു, അല്ലെങ്കിൽ ഡിസിഷൻ കാർഡുകൾ സൈൻ ചെയ്യുന്നു. എന്നിട്ട് അവർ ക്രിസ്തുവിൻ്റെ അനുയായികളാകുവാൻ ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുകയാണ്. അത് നല്ല കാര്യമാണ്. പരസ്യമായി കർത്താവിന് വേണ്ടി ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുകയാണ്. പക്ഷേ ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാൽ ഇങ്ങനെയുള്ള ക്രൂസൈഡുകളിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഉണർവിന് ശേഷം ഈ കമ്മിറ്റ്മെൻ്റ് എടുത്ത ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ അവരിൽ പലരും ദൈവസഭകളിൽ നിലനിൽക്കുന്നതായോ അല്ലെങ്കിൽ വചനം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ആത്മീയ പക്വതയിലേക്ക് ഇറങ്ങുന്നതായിട്ടോ നാം കാണാറില്ല. ശരിക്കും നിങ്ങൾ പരിശോധിച്ചാൽ ഞാൻ ഇപ്പോൾ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം ഇവിടെ വരുന്ന പ്രോബ്ലം എന്താണ്? അന്നേരം അവർ അത്ഭുതങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് കൊടുത്ത മെസ്സേജ് അവർ സ്വീകരിച്ചു, ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്തു. എന്നാൽ ഫോളോ അപ്പ് ചെയ്ത് അവർക്കാവശ്യമാകുന്ന ദൈവവചന ഉപദേശം അവർക്ക് കൈമാറിയില്ല എങ്കിൽ അവർ ഒരിക്കലും ക്രൈസ്റ്റ് സെൻറ്റേർഡായ ഒരു ജീവിതം അവർ നയിക്കുകയില്ല. പിന്നീട് അവരുടെ ക്രിസ്ത്യൻ ലൈഫ് വളരെ ബലഹീനമായ ഒരു ലൈഫ് അവർ നയിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവരിൽ പലരും പിന്നെ ക്രിസ്തുവിൻ്റെ അനുയായികളല്ലാതെ അവർ ഈ ലോകത്തിൻ്റെ പുറകെ ഒക്കെ പോകും. അതിൻ്റെ പ്രധാന കാരണം ബിബ്ലിക്കൽ ടീച്ചിങ് അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ശാസ്ത്രം കുറേ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് സക്സസ്സായി ഇവാലുവേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ കേവലം നമ്പേഴ്സ് അല്ല സക്സസ്. ഇതിലെത്ര പേരെ പഠിപ്പിച്ച് കർത്താവിൻ്റെ മക്കളാക്കി തീർക്കാം എന്ന കാര്യത്തിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഡിസൈപ്പിൾഷിപ്പിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതൊരു സക്സസ്സായി മാറുന്നത്. ഇവാഞ്ചലിസ്റ്റിക് ഔട്ട്റീച്ചുകളിൽ ആളുകൾ കമ്മിറ്റ്മെൻ്റ് നടത്തും. അത് ആവശ്യമാണ്. ഇവാഞ്ചലിസ്റ്റിൻ്റെ ശുശ്രൂഷ നമുക്ക് ആവശ്യമാണ്. പക്ഷേ ആ കമ്മിറ്റ്മെൻ്റ് കൊണ്ട് മാത്രം കാര്യങ്ങൾ കഴിഞ്ഞില്ല. അതിനുശേഷം സോളിഡ് ബൈബിൾ ടീച്ചിങ് അവർക്ക് കൊടുത്ത് അവരെ വിശ്വാസത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ക്രിസ്തു എന്ന തലയോളം അവരെ വളർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ കാര്യത്തിൽ ഇന്ന് പലയിടത്തും ഒരു കുറവുണ്ട് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ബർണബാസും ശൗലും അങ്ങനെയല്ല ചെയ്തത്. അവർ കൃത്യമായി ദൈവവചനം ഈ പുതിയ കൺവേർട്സിനെ അവർ പഠിപ്പിച്ചിരുന്നു. ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ, സഭ കൂടി വരുന്നതാണ് സഭായോഗം. സഭായോഗത്തിൽ എൻ്റർടൈൻമെൻ്റ് അല്ല. ഏത് സമയത്തും ദൈവസഭ കൂടി വരുന്നുണ്ട്. അത് കോട്ടേജ് മീറ്റിംഗ് ആകട്ടെ, അത് ഞായറാഴ്ച വർഷിപ്പ് ആകട്ടെ, ഫ്രൈഡേ ഫാസ്റ്റിംഗ് മീറ്റിംഗ് ആകട്ടെ, കൂടി വരുന്നിടത്ത് there must be exposition of God's word. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
ദൈവവചനം, ദൈവത്തിൻ്റെ ആലോചന ശ്രദ്ധിക്കാനാണ് ആളുകൾ വാസ്തവത്തിൽ വരേണ്ടത്. അല്ലാതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയല്ല ആളുകൾ വരേണ്ടത്. ദൈവം അവരെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു എന്ന കാര്യം സഭയിൽ വന്നാണ് പുതിയ കൺവേർട്സ് പഠിക്കേണ്ടത്. അതിന് ലീഡർഷിപ്പ് തയ്യാറാകണം. അവരെ പഠിപ്പിക്കുവാനും പഥ്യോപദേശത്തിൽ വളർത്തുവാനും ആത്മനിറവുള്ള നേതൃത്വം തയ്യാറാകണം എന്ന് ഈ വചനത്താൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നത് 26-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതാണെങ്കിലും അല്പങ്ങൾ മുന്നോട്ട് ചെറുകൂടെ ഡീപ്പായിട്ട് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ആദ്യമായി ക്രിസ്ത്യൻ എന്ന പേര് അന്ത്യോക്യയിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. ഒരു പക്ഷെങ്കിൽ അവിടെയുള്ള ജാതീയ ആളുകൾ കളിയാക്കാൻ വിളിച്ച പേരായിരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു കാര്യം നിഷേധിക്കാൻ കഴിയത്തില്ല. ശിഷ്യന്മാരെ ക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എല്ലാം അനുസരിക്കാൻ തയ്യാറായവരെയാണ് അവർ ക്രിസ്ത്യൻസ് എന്ന് വിളിക്കുന്നത്. പുതിയ നിയമത്തിൽ ക്രിസ്ത്യാനി എന്ന പ്രയോഗം 3 മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ധാരാളമിടത്ത് ശിഷ്യൻ എന്ന പ്രയോഗം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 1 വർഷം മുഴുവനും ബർന്നബാസും ശൗലും അവിടെയുള്ള പുതിയ കൺവേർട്സിനെ ദൈവവചനം പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് അവരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നു. ആ ശിഷ്യന്മാരെയാണ് അന്ത്യോക്യയിൽ ക്രിസ്ത്യാനികൾ എന്ന ആളുകൾ വിളിക്കുവാനായി തുടങ്ങിയത്. ഇവിടെ ആ ശിഷ്യത്വം എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. മഥിറ്റസ് എന്ന ഗ്രീക്ക് പ്രയോഗം ആണ് ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യൻ എന്ന വാക്കിന് മൂല ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പഠിക്കുന്നവൻ, ലേണർ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ ദൈവമക്കൾ പരിശോധിച്ചാൽ അവിടെ കർത്താവിൻ്റെ അന്ത്യകൽപ്പനയിൽ, ഗ്രേറ്റ് കമ്മീഷനിൽ കർത്താവ് ആവശ്യപ്പെടുന്ന കാര്യം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അന്ത്യോക്യയിൽ ഉപദേശം കൊടുത്ത്, ദൈവവചനത്തിൻ്റെ ടീച്ചിങ് കൊടുത്ത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കി. ഇതാണ് എല്ലായിടത്തും നടക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ശിഷ്യത്വത്തിലേക്കുള്ള പടികൾ എങ്ങനെയാണ്? ആള് കൃത്യമായി വീണ്ടും ജനനം പ്രാപിച്ചിരിക്കണം. അത് നമ്മൾ അന്ത്യോക്യ സഭയോടുള്ള ബന്ധത്തിൽ നമ്മളത് കണ്ടതാണ്. കാരണം ബർന്നബാസ് അവിടെ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ കൃപ അവർക്ക് ലഭിച്ചിരുന്നു. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്. രണ്ടാമത് നമുക്കിവിടെ നിന്ന് ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, അങ്ങനെ ദൈവകൃപ ലഭിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആളുകൾ സ്നാനപ്പെടണം. സ്നാനപ്പെടാതെ എങ്ങനെയാണ് ശിഷ്യത്വത്തിലേക്ക് വരുവാൻ കഴിയുന്നത്? സ്നാനപ്പെടാതെ ശടിച്ചു നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യു ക്യാൻ നെവർ ബിക്കം എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ശിഷ്യനാകാനുള്ള ആദ്യത്തെ പടികളിലൊന്നാണ് സ്നാനപ്പെടുക. സ്നാനപ്പെട്ട് കർത്താവിൻ്റെ കൂടെ ചേരുക, കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുക. സ്നാനപ്പെട്ടിട്ടും തീരുന്നില്ല. പലയിടങ്ങളിലും പറ്റിപ്പോയത് അതാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതോടുകൂടി തീർന്നു. അങ്ങനെയല്ല. പിന്നീടാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഉപദേശിച്ച് എല്ലാവരെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് എൻ്റെ ശിഷ്യരാക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് കേവലം കൺവേർട്സിനെ അല്ല, ജീസസ് ഈസ് ലുക്കിംഗ് ഫോർ ഡിസൈപ്പിൾസ്. ആ വാക്ക്, ആ പ്രയോഗം
നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക സഭയിൽ എത്ര ശിഷ്യന്മാരുണ്ട്? യേശുക്രിസ്തു പഠിപ്പിച്ചതെല്ലാം അവർ പഠിച്ചിട്ട് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ എത്രയുണ്ട്? കർത്താവ് ആഗ്രഹിച്ച, കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ അതാണ്. അല്ലാതെ എല്ലായിടത്തും പോയി സുവിശേഷം പറഞ്ഞിട്ട് കുറേ കൺവേർട്സിനെ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ദാറ്റ് ഈസ് ഓൺലി ഹാഫ് ദ ജോബ്. അതാവശ്യമാണ്. ആളുകൾ കമ്മിറ്റ് ചെയ്യട്ടെ, പക്ഷേ ഇതിനൊരു ബാക്കപ്പ് കൊടുക്കണം. ഈ കൺവേർട്സായി വന്നവരെ കൃത്യമായി ദൈവവചനം പഠിപ്പിച്ച് യേശുവിൻ്റെ ശിഷ്യരാക്കണം. അതാണ് ഇന്ന് ദൈവസഭയിൽ ലാക്കിംഗ് ആയി കാണുന്ന മിനിസ്ട്രികളിലൊന്ന്. അന്ത്യോക്യ സഭയിൽ ആ കാര്യത്തിൽ ബർന്നബാസും ശൗലും ഒരുമിച്ച് ചേർന്ന് ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിനെ 31-ാം വാക്യം കൂടെ ഞാൻ ശിഷ്യത്വം എന്ന വിഷയം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട്, കേവലം ഒരു കമ്മിറ്റ്മെൻ്റ് കൊണ്ട് ദൈവം പ്ലീസ്ഡ് ആണ് എന്നാരും ധരിക്കരുത്. കമ്മിറ്റ്മെൻ്റ് ആവശ്യമാണ്. അതൊരാദ്യത്തെ പടിയാണ്. കമ്മിറ്റ് ചെയ്തു, വീണ്ടും ജനന അനുഭവം ഉണ്ടായി, സ്നാനപ്പെട്ടു, അതിനുശേഷമോ വചനത്തിൽ നിലനിൽക്കണം, വചനമനുസരിക്കണം. അവരാണ് വാസ്തവമായി കർത്താവിൻ്റെ ശിഷ്യന്മാർ. ഇത് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറയുകയാണ്. കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്: സീരിയസ് ആളുകൾ ദേ മൂവ് ഓൺ ടു ഡിസൈപ്പിൾഷിപ്പ്. അഥവാ യഥാർത്ഥമായി ഒരാളിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ട് എന്നെങ്ങനെ അറിയാം? രക്ഷിക്കപ്പെട്ടത് ഒരു കർമ്മമാർഗത്തിലൂടെയല്ല. വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു, വീണ്ടും ജനനം പ്രാപിച്ചു. പക്ഷെ വീണ്ടും ജനനം പ്രാപിച്ച ആളിന് പ്രവൃത്തി വേണം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിക്കണം. ആ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഈ ആള് ഉള്ളിൽ യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടോ, വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് കാണിക്കുന്ന ഫലം. ഇത് ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. 8-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അതുപോലെ തന്നെ ശിഷ്യത്വത്തിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാം വാക്യം മുതൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്. ഇനി 26-ാം വാക്യം മുതൽ ഞാൻ വായിക്കുമ്പോൾ ഒരു കാര്യം പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യേശു ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റർടൈൻ ചെയ്യുന്നവനല്ലായിരുന്നു. കർത്താവ് കൃത്യമായി ദൈവത്തിൻ്റെ വചനം അവർ കേൾക്കേണ്ടതാണ് അവരോട് പറഞ്ഞത്. 26-ാം വാക്യത്തിൽ, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികളെന്ന് അന്ത്യോക്യയിൽ വിളിച്ചത്. ഞാൻ ചോദിക്കട്ടെ, എത്ര ക്രിസ്ത്യാനിയുണ്ട്? ഇവിടെ കർത്താവ് പറയുന്ന ശിഷ്യത്വത്തിന് കൊടുക്കേണ്ട വിലയാ. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എൻ്റെ ഏറ്റവും സ്വന്തം, ഏറ്റവും ബന്ധമെന്ന് ഞാൻ പറയുന്ന ആളുകളെ പകയ്ക്കണമെന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന് 37-ാം വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ, യേശുവിനേക്കാൾ ഉപരിയായി ഞാൻ ആരെയും സ്നേഹിക്കാൻ പാടില്ല. ഏത് ബന്ധങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെയാണ്. അങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ? എന്തുകൊണ്ട് നാം സ്നാനപ്പെടുന്നില്ല? എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിന് വേണ്ടി ചില ഗൗരവമേറിയ തീരുമാനങ്ങൾ എടുക്കാത്തത്? അത് സ്വന്തത്തിൽപ്പെട്ട ചിലർ നമ്മളെ പുറമോട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അവകാശപ്പെടുന്നത് യേശുവിനെയാണ് എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നത്. ഇത് വാസ്തവത്തിൽ നിരക്കുന്ന കാര്യമാണോ?
അങ്ങനെയുള്ള ഒരാളിന് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്നിട്ട് രണ്ടാമത് കർത്താവ് പറയുക, സ്വന്തം ജീവനെ കൂടെ പയക്കണം. എൻ്റെ ജീവനെയാണ്, ഈ ലോകത്തിലെ എൻ്റെ ജീവനെയാണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിൽ കർത്താവിനേക്കാൾ ഉപരിയായി സ്നേഹിക്കുന്നതെങ്കിൽ എനിക്ക് യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യേശുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ എൻ്റെ ജീവനേക്കാൾ ഉപരിയായി ഞാൻ കർത്താവിനെയും കർത്താവിൻ്റെ വചനത്തെയും കർത്താവിൻ്റെ വിലയും ഞാൻ സ്നേഹിക്കുന്നയാളായിരിക്കണം. ഹാർഡ് ടീച്ചിങ് ആയിട്ട് തോന്നും, പക്ഷേ ഇതാണ്, ദിസ് ഈസ് വാട്ട് ജീസസ് ഈസ് ഡിമാൻഡിങ്. ഇതല്ലേ പല സഭകളിലും മറച്ചു വെക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സഭകൾ എന്ന് പറയുന്ന, ഞാനിപ്പോൾ സഭകൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഇവിടെയുള്ള എല്ലാ ഡിനോമിനേഷൻസും ചേർത്ത് പറയുകയാണ്. ശിഷ്യത്വത്തിലേക്ക് ആളുകളെ നടത്താതെ, ദൈവവചനം സഭായോഗങ്ങളിൽ പറഞ്ഞു കൊടുക്കാതെ, വാസ്തവത്തിൽ നിഷ്കളങ്കരായ ആളുകളെ ബന്ധിക്കുകയല്ലേ നാം ചെയ്യുന്നത്? അത് വാസ്തവത്തിൽ ദൈവസഭയാണോ? മെമ്പർഷിപ്പ് നിലനിർത്തുവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ ദുഃഖം വരാറുണ്ട്. ദൈവവചനത്തിലേക്ക് ക്രിസ്തീയ സഭ മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഞാൻ പിന്നെ ആവർത്തിച്ച് പറയാം, ഏതെങ്കിലും ഒരു യോഗത്തിലെടുത്ത ഒരു കമ്മിറ്റ്മെൻ്റ് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണ് എടുത്തതെങ്കിൽ, ജെനുവിൻ ഒരു കൺവേർഷനാണ് വന്നതെങ്കിൽ, ഡോണ്ട് സ്റ്റോപ്പ് അറ്റ് ദാറ്റ് ലെവൽ. God wants you to move into discipleship. അത് പഠിപ്പിക്കാത്ത, ദൈവവചനം പറഞ്ഞു തരാത്ത, ക്രിസ്തീയ പക്വതയിലേക്ക് കൊണ്ടുപോകാത്ത ഇടങ്ങളിൽ നിന്ന് വേർപെടുക. ദൈവവചനം പഠിപ്പിക്കുന്ന ഇടത്ത് അംഗത്വം എടുത്ത് അവിടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുക. ദൈവമക്കളെ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നിങ്ങളുടെ ആത്മമനുഷ്യനെ ബാധിക്കുന്ന വിഷയമാണ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ദൈവവചനത്തിൻ്റെ പ്രസക്തി വളരെ അധികമാണ്. അന്ത്യോക്യയിൽ ബർന്നബാസും ശൗലും 1 വർഷം ടൈം വേസ്റ്റ് ചെയ്യുകയല്ലായിരുന്നു. ദൈവവചനം പഠിപ്പിച്ച് അവരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഈ വായിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. 27-ാം വാക്യം, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ന്യൂട്രലായി ഒരു കാര്യവുമില്ല. ഒന്നുകിൽ ശിഷ്യനാണ്, അല്ലെങ്കിൽ അല്ല. ക്രൂശ് എടുത്ത് അനുദിനം കർത്താവിനെ അനുഗമിക്കുക, അത് നമ്മുടെ മാലയുടെ അറ്റത്തുള്ള ക്രൂശ് എന്ന രൂപമല്ല. ക്രൂശ് കഷ്ടതയെ മാത്രമല്ല, ഇറ്റ് ഷോസ് ഡെത്ത്. അനുദിനം ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഹിതങ്ങൾ നടക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ക്രൂശാണ്. എൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവും കൂടെ ക്രോസ് ചെയ്യുന്നതാണ് ക്രോസ്. അല്ലാതെ എൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറുവാൻ ഞാൻ ദൈവത്തെ പിടിക്കുന്ന അനുഭവമല്ല ക്രിസ്തീയ ജീവിതം. ഞാനൊരു ദൈവ പൈതൽ എന്ന നിലയിൽ പ്രായോഗികമായി എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതമാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. എൻ്റെ ഹിതം നടക്കരുത്, ദൈവത്തിൻ്റെ ഹിതമാണ് നടക്കേണ്ടത്. എൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഹിതവും കൂടെ ക്ലാഷ് നടക്കുമ്പോൾ എൻ്റെ ഹിതത്തെ മാറ്റിവെച്ച് ലോർഡ് ലെറ്റ് യുവർ നെയിം ബി ഗ്ലോറിഫൈഡ്, അതാണ് ക്രൂശ്. ഇറ്റ് ഈസ് സഫറിങ്. ക്രൂശ് സഫറിങ്ങിനെയും കാണിക്കുന്നു, ഡെത്തിനെയും കാണിക്കുന്നു. അനുദിനം മരിക്കുക, ഡൈയിങ് ടു സെൽഫ്. ദൈവത്തിൻ്റെ വചനത്തിൽ എത്രയോ ശക്തിയോടെയാണ് കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് 33-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല.
ക്ലിയറായി കർത്താവ് പറയുക. ഇവിടെ കർത്താവ് പറയുന്നതിൻ്റെ ആശയം നമുക്കുള്ളതെല്ലാം കൂടെ വിൽക്കണം എന്നുള്ള ആശയമല്ല. കർത്താവ് ചില ദാനങ്ങൾ തന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മെ പൊസസ് ചെയ്യാതെ അതിൻ്റെ ഗുഡ് സ്റ്റീവേർഡ്സ് ആയിരിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൽ അതുമായി യാതൊരു നിലയിലും ഒരു ബന്ധമില്ലാതെ ഇന്ന് കർത്താവ് അത് ചോദിച്ചാൽ കൊടുക്കുവാൻ തക്കവണ്ണം റെഡിയായിരിക്കുന്ന ഒരു അനുഭവം. ചിലപ്പോൾ ചിലൽ കർത്താവ് അവരുടെ ഈ ഭൂമിയിലെ അസറ്റ്സ് അങ്ങനെ ചോദിച്ചു എന്ന് വരാം. ആ സമയത്ത് ഒരു മടിയും വിചാരിക്കാതെ അപ്പോൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. ശിഷ്യത്വം എന്നുള്ളത് വളരെ ആഴമുള്ള ടീച്ചിങ് ആണ്. ഞാനിവിടെ വളരെ ചുരുങ്ങിയ നിലയിൽ നിങ്ങളുടെ ആ ശ്രദ്ധയൊന്ന് ഉണർത്തുവാനായി ഈ വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ദൈവമക്കൾ 28 മുതൽ അതിന് 32 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അവിടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവ് പറയുന്നത് അത് ഞാൻ എൻ്റെ വാക്കുകളാക്കി പറയുകയാണ്. ഒരു മനുഷ്യനൊരു വീട് പണിയണമെങ്കിൽ ആദ്യം ഇരുന്ന് എസ്റ്റിമേറ്റ് എടുക്കണം. എസ്റ്റിമേറ്റ് എടുത്ത് എസ്റ്റിമേറ്റിന് നമ്മുടെ കയ്യിലുള്ള ആസ്തിക്കനുസരിച്ചാണ് വീട് പണിയേണ്ടത്. എസ്റ്റിമേറ്റ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ അതിന് പൂർത്തീകരിക്കാൻ പണമില്ലെങ്കിൽ അതിന് തയ്യാറാകരുത് എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അവിടുന്ന് ശിഷ്യത്വത്തോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കർത്താവ് അർത്ഥമാക്കുന്നത് ആദ്യം കൗണ്ട് ദ കോസ്റ്റ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിലയെക്കുറിച്ച് ഇരുന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇറങ്ങിയ ശേഷം പൂർത്തീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം വീട് മുന്നോട്ട് പണിയാൻ കഴിയാത്ത വ്യക്തിയെപ്പോലെ ആകും. അത് നാണംകേടാണ്. ക്രിസ്തീയ ജീവിതം ആദ്യം വളരെ ഉണർവിൽ ഇറങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നാൽ ദൈവനാമത്തിന് അപമാനമാണ്. അതുകൊണ്ട് കൗണ്ട് ദ കോസ്റ്റ്. ശരിക്കിരുന്ന് കാര്യത്തെ വിലയിരുത്തിയ ശേഷം ഇതൊക്കുമെങ്കിൽ കാല് വയ്ക്കണം. കർത്താവ് അതിനുള്ള കൃപ തരും. നടക്കത്തില്ലെങ്കിൽ ഇറങ്ങരുതെന്നാണ് കർത്താവ് പറയും. കർത്താവ് ആരെയും ചതിക്കുന്നില്ല. അവിടുന്ന് എന്താഗ്രഹിക്കുന്നു എന്നുള്ളതിന് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആണ് കർത്താവ് പറയുന്നത്. പക്ഷേ പലയിടങ്ങളിലും ഇത് പഠിപ്പിക്കാതെ ഇരിക്കുന്നത് ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ വേദന ഉളവാക്കും. ഒരു ഈസി കാര്യമല്ല. ആളുകളെ നമുക്ക് സന്തോഷിപ്പിച്ച് ആ നിലയിൽ നിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള കർത്താവിൻ്റെ ടീച്ചിങ്സ് കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ആളുകൾ പലരും കൊടുക്കാത്തത്. പക്ഷേ അത് ആളുകളെ വഞ്ചിക്കുകയാണ്. ആഴമേറിയ ഈ ടീച്ചിങ്സ് ജനത്തിന് പറഞ്ഞുകൊടുത്ത് യഥാർത്ഥമായി ശിഷ്യത്വത്തിലേക്ക് അവരെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അന്ത്യോക്യ സഭയിൽ നേതൃത്വം കൊടുത്ത ബർന്നബാസും ശൗലും ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് ആളുകളെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നു. ആ ശിഷ്യന്മാരെയാണ് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് അന്ത്യോക്യയിൽ വെച്ച് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഈ എപ്പിസോഡിൽ വളരെ ശക്തിയോടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല സഹോദരങ്ങളെ ആത്മീയം. ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, വാസ്തവമായ ഒരു ശിഷ്യത്വത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ കാര്യം നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ചർച്ച് ലീഡറാണെങ്കിൽ നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ഈ കാര്യം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ നിങ്ങളുടെ ചർച്ച് പൂർത്തീകരിക്കുന്നില്ല. ഗ്രേറ്റ് കമ്മീഷനിൽ മേക്ക് ഡിസൈപ്പിൾ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രയോഗം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. ശിഷ്യത്വത്തിലേക്ക് വരുവാൻ തീരുമാനമെടുക്കുന്നവർ ഒരിക്കൽ കൂടെ സമർപ്പിച്ചാട്ടെ. ലീഡർഷിപ്പിലുള്ളവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവസഭയെ പഠിപ്പിക്കാൻ തീരുമാനമെടുത്താട്ടെ. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ഗൗരവം ഇതുവരെയും മനസ്സിലായി കാണുകയില്ല. ഇന്ന് നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ബോധ്യം വന്നുവെങ്കിൽ തുടർന്ന് ദൈവസഭകളിൽ അത് പഠിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായിക്കാട്ടെ.
ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ വചനത്താൽ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.